നമസ്കാരം. നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ പുറത്തു വരുന്ന ഫലങ്ങൾ മുമ്പുണ്ടായിരുന്നത് പോലെയല്ല. മിശ്രിതമായ പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. 400 സീറ്റ് എന്ന BJPയുടെ മോഹത്തിലേക്ക് സഹായകരമാകുന്നതല്ല പുറത്തു വരുന്ന അഭിപ്രായ സർവേകൾ. ഒന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുന്നിൽ ആരാണ്? സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്, CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ. ആദ്യം നിസാമിലേക്ക്. നിസാം, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, ഈ ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ചില പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്ഷാമം, അതുപോലെ ലോജിസ്റ്റിക്സ്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ ഘട്ടം തിരിച്ചത് തന്നെ കാണുമ്പോൾ ചില പ്രത്യേകതകൾ നമുക്ക് തോന്നുന്നുണ്ട്. തമിഴ്നാട് പോലെ BJPക്ക് വലിയ പ്രതീക്ഷയില്ലാത്തൊരു സംസ്ഥാനം മുഴുവൻ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതേസമയം തന്നെ BJPക്ക് ഗ്രിപ്പുള്ള UPയിലെയും രാജസ്ഥാനിലെയും ചില മണ്ഡലങ്ങൾ മാത്രം പോകുന്നു. ഇപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ച് ആരാണ് മുന്നിലുള്ളത്? ഈ പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പ്രചരണത്തിൽ ഒരു സിംഗിൾ ഓൾ പെർവേഡിങ് നരേറ്റീവ് ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ പുൽവാമ ഭീകരാക്രമണം ഒരു സെൻട്രൽ തീമാക്കി നിർത്തിക്കൊണ്ട് പ്രചരണം മൊത്തം അതിൻ്റെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നു. BJPക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് പുൽവാമയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തുന്നതിൽ അവർ വിജയിച്ചതുകൊണ്ടാണ്. അത്തരമൊരു ഓൾ പെർവേഡിങ് നരേറ്റീവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP വലിയ പോസ്റ്ററുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും, അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും, ഈ ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു BJPയാണ് നാം കാണുന്നത്. നരേന്ദ്രമോദിയുടെ കരിഷ്മയിൽ, നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ മോഡി ഗ്യാരണ്ടി എന്നൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ ആണ് അവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തമിഴ്നാടിൽ വൈകാരികമായി കച്ചത്തീവ് വിഷയം ഉന്നയിച്ചു. അതുപോലെ ഉത്തരേന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കൾ മട്ടൻ കഴിക്കുന്ന വിഷയമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ പല വ്യത്യസ്തമായ വിഷയങ്ങൾ, ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാനുള്ള, ആ അജണ്ട സെറ്റ് ചെയ്യാനുള്ള BJPയുടെ കഴിവ് നഷ്ടപ്പെടുന്നതാണ് ഈ ഒന്നാം ഘട്ടത്തിൽ കണ്ടത്. വളരെ പോളറൈസിംഗ് ആയ ധ്രുവീകരണം നടത്തുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുവാൻ BJP ശ്രമിച്ചു. CAA പോലെ അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുവാൻ BJP ശ്രമിക്കുന്നതായിരുന്നു. പക്ഷേ ആ ട്രാപ്പിലേക്ക് വീഴാതിരിക്കുവാൻ അതീവ ബുദ്ധി ഇന്ത്യ മുന്നണി കക്ഷികൾ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ CAA പ്രശ്നത്തിന് BJPക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, അതിന് നേരിട്ട് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ മുന്നണി കക്ഷികൾ എത്തണം എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ CAA കുറിച്ചുള്ള ഒരു റഫറൻഡമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു റഫറൻഡമാക്കി മാറ്റുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു BJPക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ട്രാപ്പിൽ വീഴാതിരിക്കുവാൻ BJP ഇന്ത്യ മുന്നണി കക്ഷികൾ ശ്രദ്ധിച്ചു എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ BJPക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം കേരളത്തിൽ CAA പോലുള്ള ധ്രുവീകരണപരമായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കേരളത്തിൽ CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി അതൊക്കെ BJPക്ക് മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി കക്ഷികൾ കാണിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക്, അല്ലെ ഇന്ത്യ മുന്നണി കക്ഷികൾക്ക് വിജയിക്കുവാനുള്ള ഏറ്റവും വലിയ സാധ്യത സാമ്പത്തിക വിഷയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള ബുദ്ധി ഇന്ത്യ മുന്നണി കക്ഷികൾ കാണിക്കുന്നതും അതിൽ കുറേയെങ്കിലുമൊക്കെ അവർ വിജയിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ വളരെ വെൽഫെയർ സ്കീംസ് ഉൾപ്പെട്ട ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസ് മുന്നോട്ട് വെച്ചപ്പോൾ ആ പാത പിന്തുടരാൻ BJP നിർബന്ധിതരായി തീരുന്ന ഒരു കാഴ്ചയാണ് BJPയുടെ മാനിഫെസ്റ്റോ പുറത്ത് വന്നുകൊണ്ട് കാണുന്നത്. ഒട്ടേറെ ജനപ്രിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുവാൻ, ഇത്രയും നാൾ അവർ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് പറയുവാൻ അവർ ബാധ്യസ്ഥരായ, പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുറയ്ക്കുമെന്ന് BJP ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും. കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി അതെന്തുകൊണ്ട് ഇത്രയും നാൾ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുവാൻ അവർ ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരു BJPയാണ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. 102 സീറ്റിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്.
അതിൽ കഴിഞ്ഞ പ്രാവശ്യം 51 സീറ്റുകൾ ബി ജെ പിക്കും അവരുടെ സഖ്യകക്ഷികൾക്ക് ലഭിച്ചു. 48 സീറ്റുകളാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾക്ക് ലഭിച്ചത്. അത് അതിൽ കൂടുതൽ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണുള്ളതെന്നുള്ളതാണ് നമുക്ക് പലവിധ സർവേകളുടെയും ഫലത്തിൽ മനസ്സിലാകുന്നത്. CSDS ലോക് നീതി സർവേ വന്നു, ഇത് ലോക് പോൾ സർവേ വന്നു. ലോക് പോളിൻ്റെ സർവേ വളരെ വിശ്വസനീയമായ സർവേയാണ്. ലോക് പോളിൻ്റെ സർവേയിൽ പല സംസ്ഥാനത്തും ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. മാത്രമല്ല കോൺഗ്രസ് തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം നടത്തും എന്ന് കാണുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ 2004 സമാനമായ ഒരു അവസ്ഥ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. 2004 നമുക്കറിയാം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തുടങ്ങിയ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് 6 മാസം നേരത്തെയാക്കി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഇന്ത്യ ഷൈനിങ് എന്നുള്ള ഒരു വലിയ ക്യാമ്പയിനും BJP അഴിച്ചുവിട്ടിരുന്നു. അന്ന് ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് എക്സിറ്റ് പോളുകൾക്ക് യാതൊരു നിയന്ത്രണമില്ല. ഓരോ ഘട്ടം കഴിയുമ്പോഴും എക്സിറ്റ് പോളുകളുടെ ഫലം വരുമായിരുന്നു. 1ാം ഘട്ടം എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഇന്ത്യ ഷെയറിംഗ് എന്ന ക്യാമ്പയിൻ ജനങ്ങളുടെ ഇടയിൽ ഏൽക്കുന്നില്ല എന്നുള്ളതും ഇക്കണോമിക് ഡിസ്ട്രസ് ഒരു വലിയ വിഷയമായി ജനങ്ങൾ കരുതുന്നു എന്നുള്ളതാണ്. സമാനമായ സാഹചര്യം ഇപ്പോഴും ഉണ്ടായേക്കാം എന്ന ചില സൂചനകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം നൽകുന്നുണ്ട്. എന്നുള്ളതല്ല ശ്രീമതി ഷമാ മുഹമ്മദ്, ഇപ്പോൾ ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ വലിയ സംസ്ഥാനങ്ങളിലെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് 1ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ BJP കാര്യമായ പ്രതീക്ഷയില്ലാത്ത തമിഴ്നാട്ട് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സീറ്റുകൾ, ആ 4 സീറ്റുകളിൽ ഭൂരിഭാഗവും BJP-യുടേതാണ്, BJP നിൽക്കുന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരൊറ്റ റാലി പോലും ഇതുവരെ ആ മേഖലയിൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അവിടെ തേജസ്വി യാദവാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്. അപ്പോൾ ഒരു വശത്ത് ഉത്തരേന്ത്യയിൽ മോദി എന്ന് പറയുന്ന ഒരു നാഷണൽ ഫിഗറായി അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് വോട്ട് നേടുമ്പോൾ ഒരു ഫിഗറായി രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മാറുന്നില്ല എന്നുള്ളത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയല്ലേ? അജിംസെ, ഞാൻ അതിന് തീരെ അംഗീകാരമില്ല നിങ്ങളിപ്പം പറഞ്ഞത്. രാഹുൽ ഗാന്ധി മധ്യപ്രദേശ് പോയിരിക്കുക, രാജസ്ഥാൻ പോയിരിക്കുക, പല സംസ്ഥാനത്തിലും പോയിരിക്കുക. എൻ്റെ ഇതിൽ ബീഹാറിലും പോയിട്ടുണ്ട്. ഇന്നലെ UP-യിലായിരുന്നു അഖിലേഷ് യാദവിൻ്റെ ഒക്കെ ഒരു ജോയിൻറ്റ് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്, ചില സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി പോകുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചില റാലീസ് അവർ രാഹുൽജി ചെയ്യും, മറ്റേത് പ്രിയങ്കജി ചെയ്യും. അപ്പം അവിടെ ശക്തമായിട്ട് ഞങ്ങൾ എല്ലായിടത്തും എതിര് ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച പ്രിയങ്കജി ആസാമിലായിരുന്നു, രാഹുൽജി കർണാടകയിലായിരുന്നു, ഇപ്പം ഇന്ന് കേരളയിലായിരുന്നു. അപ്പം എല്ലായിടത്തും പോകണമല്ലോ. അപ്പം നാളെ നിങ്ങൾ പറയും ഇവിടുത്തെ ഒരു MP ആയിട്ട് രാഹുൽ ഗാന്ധി കേരളയിൽ വരുന്നില്ല, കേരളയിൽ നിന്നെല്ലാം ജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം മലയാളികൾക്ക് രാഹുൽ ഗാന്ധി ഇവിടുന്ന് MP ആയി, പക്ഷേ ഇവിടെ വരുന്നില്ല, അതിൻ്റെ പരാതി നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം രാഹുൽജി എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കൃത്യമായിട്ട് കേരളയിൽ ഉണ്ടാവണം, കേരളയിലെ MP ഞാൻ വയനാട്ടിലെ MP, അപ്പം കേരളയിൽ ഉണ്ടാവണം എന്ന്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പം ഇവിടെ ഇഗ്നോർ ചെയ്താൽ നിങ്ങൾ പറയുമ്പോൾ അവിടെ ബീഹാറിൽ പോകുന്നുണ്ട്, അവിടെ RJD ഉണ്ട്, അവർ ശക്തമായിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങളൊരു മുന്നണിയുണ്ട്. അപ്പം എൻ്റെ ഇതിൽ നമ്മൾ ഇപ്രാവശ്യം നല്ലോണം മുന്നോട്ട് പോകും. നിങ്ങൾ മാനിഫെസ്റ്റോ തന്നെ നോക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴത്തെ വിഷയങ്ങൾ ഡീൽ ചെയ്തിട്ടാണ്. ഞാൻ ചില ഉദാഹരണം തരും. ഇപ്പം തൊഴിൽ 30 ലക്ഷം തൊഴിലുണ്ട് സർക്കാരിൽ, അത് ഞങ്ങൾ പറഞ്ഞു വന്ന വാർഡന്നെ അത് ഞങ്ങൾ ഫില്ലപ്പ് ചെയ്യും. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ സ്ത്രീകൾക്ക് ഇനി കേന്ദ്ര സർക്കാരിൽ തൊഴിലിൽ ഞങ്ങൾ 50% സംവരണം കൊടുക്കും. സ്ത്രീകൾക്ക് ഒരു കൊല്ലം 1 ലക്ഷം കൊടുക്കുന്നുണ്ട്, അത് മാസത്തിൽ 8000 ആയിരിക്കും. അപ്രന്റൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ യങ്സ്റ്റേഴ്സ്, ഇപ്പം യുവാക്കൾ കോളേജ് പഠിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം തൊഴിൽ കിട്ടൂല. അപ്പം അവർക്ക് ഒരു അപ്രന്റൻഷിപ്പ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നമ്മളത് ചെയ്തിട്ട് അവിടെയും അവർക്ക് 1 ലക്ഷം ഒരു കൊല്ലം കിട്ടും. കർഷകർ ഞങ്ങൾ എല്ലാ കടവും മാപ്പാക്കും, MSP ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി ആക്കും. അപ്പം ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ എല്ലാ പോയിന്റ്സും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എല്ലാ വിഭാഗത്തിൽ. പക്ഷെ നിങ്ങൾ അത് നോക്കി, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വരെ, ആരോഗ്യത്തിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് 25 ലക്ഷം പാവപ്പെട്ട കുടുംബത്തിൽ. അപ്പം ഞങ്ങൾ എല്ലാ ഇതിലും ഞങ്ങൾ പോയിരിക്കുക. അത് ആരോഗ്യമായാലും കർഷകരായാലും സ്ത്രീകളായാലും യുവാക്കളായാലും
എല്ലാ ഇതിലും ഞങ്ങൾ മാനിഫെസ്റ്റോ മണിപ്പൂരിൽ ഞങ്ങൾ എഴുതിയിരിക്കാൻ ഞങ്ങൾക്ക് ശാന്തി വേണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവരെ മാനിഫെസ്റ്റോയിൽ ഇല്ല. BJPയുടെ ഇതൊന്നും അവർ ഒരു വാക്കുകൾ ഇതിൻ്റെ മേലെ അവർ സംസാരിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ മാനിഫെസ്റ്റോ വെച്ചിട്ട് ഇപ്പം പലരും അതും ഈ മാനിഫെസ്റ്റോയിൽ അതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണം, എന്തെങ്കിലും ഇതിൽ പുതുക്കണോ, എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ജനങ്ങളോട് അവർ സജഷൻ എടുത്തിട്ടാണ് ഈ മാനിഫെസ്റ്റോ ചെയ്തത്. പക്ഷേ നിങ്ങൾ അവരെ മാനിഫെസ്റ്റോയിൽ ഈ വിലക്കയറ്റത്തിന് പിന്നെ ഒരു വാക്കില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുക വന്ന പാട് തന്നെ GST ഒരു 2 ഇതാക്കും. ഇപ്പം GST എന്ന് പറയുന്നത് 5 ഉണ്ട്, 18 ഉണ്ട്, 28 ഉണ്ട്, പല ലെവലിലും GST ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു അത് നമ്മൾ ഇതിലാക്കും. പിന്നെ വിലക്കയറ്റം എന്തായാലും നമ്മൾ കൺട്രോൾ ചെയ്യും. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ഞങ്ങൾ കുറക്കുന്നു. അപ്പം ഞങ്ങൾ ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റോ ആണ്. പക്ഷേ BJPയുടെ വെറും പൈസക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്. അത്രേ അവർ അതിൽ എപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഇതാക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി എന്താ പറയുന്നത്, പ്രധാനമന്ത്രി പറയാം രാം നവമിൻ്റെ സമയത്ത് കോൺഗ്രസ്സുകാർ മാംസം കഴിക്കുകയാണ്. ഐ മീൻ ഇതെല്ലാം എന്താണ് കോൺഗ്രസ്സുകാർ മാംസം കഴിക്കുക? ഇതാണോ ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്? എന്തുകൊണ്ട് പ്രധാനമന്ത്രി 10 കൊല്ലം അവരെന്താ ചെയ്തത്, ഈ 10 കൊല്ലം എന്ത് വികസനം അത് ചെയ്തത്, അതിനെ പറ്റി പ്രധാനമന്ത്രി സംസാരിക്കണം. പ്രധാനമന്ത്രി ഒരു ദിവസം പറയും റിലിജനെ പറ്റിയിട്ട്, മതത്തിനെ പറ്റിയിട്ട്, വേറെ ദിവസം പറയും ഇവർ മാംസം കഴിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറയും. ഞങ്ങൾ ചോദിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ 10 കൊല്ലം എന്ത് ചെയ്തു? ഒരു BJPക്കാരനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ബിക്കോസ് 2022 ഇന്ത്യ 5 ട്രില്യൺ എക്കോണമി ആണ്ടതായിരുന്നു. മനസ്സിലാക്കിയോ? അതായോ? ഇല്ല. കർഷകളെ ഇൻകം നിങ്ങൾ ഡബിൾ ആക്കുമെന്ന് പറഞ്ഞത് 2020, അതായോ? ഇല്ല. ഞങ്ങളെ ബുള്ളറ്റ് ട്രെയിൻ എവിടെ? അതാരും കണ്ടിട്ടില്ല. 100 സ്മാർട്ട് സിറ്റീസ് എവിടെ? ആരും കണ്ടിട്ടില്ല. ഈ 2 കോടി തൊഴിൽ ഒരു കൊല്ലം ആരും കണ്ടിട്ടില്ല. 15 ലക്ഷം നിങ്ങൾ അക്കൗണ്ടിൽ ആരും കണ്ടിട്ടില്ല. അപ്പം വിലക്കയറ്റം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് 2014 സ്പീച്ച് മോദിജിയുടെ വിലക്കയറ്റത്തിനെ പറ്റിയിട്ട്, ഞങ്ങൾ ഇന്ത്യൻ റുപ്പീനെ പറ്റിയിട്ട്. ഇന്ത്യൻ റുപ്പി അന്ന് 60 ആയിരുന്നു, ഇപ്പോൾ എവിടെ 80ന്റെ ക്രോസ് ചെയ്തിരിക്കുക, $1 ഇന്ത്യൻ റുപ്പി. അപ്പം ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. നിങ്ങളിപ്പം അടിസ്ഥാനപരമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ മോദിജിയുടെ എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ബിക്കോസ് അവർക്കിത് മടുത്തു. അവർക്ക് മതമൊന്നുമല്ല കാണണ്ട, അവർക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തൊഴിൽ തരുന്നു, ഈ വിലക്കയറ്റം നിങ്ങൾ കുറക്കുമോ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ എപ്പോഴും ഓപ്പോസിഷൻ നേതാവിൻ്റെ മേലെ നിങ്ങൾ ED അയക്കലും അവരെ അറസ്റ്റ് ചെയ്യലും. ഇപ്പം ഇന്ത്യ മുന്നണി ഫോം ചെയ്തതിന് ശേഷം ഇന്ത്യ മുന്നണിനെ നിങ്ങൾ പൊളിക്കാൻ നോക്കുക. ഇന്ത്യ മുന്നണിയിലൊക്കെയുള്ള JMMന്റെ മുഖ്യമന്ത്രിനെ അവിടെ അയക്കൽ ജയിലിൽ, ആപ്പിൻ്റെ മുഖ്യമന്ത്രിനെ ജയിലിൽ അയക്കൽ, മറ്റേ പ്രതിപക്ഷ നേതാവിനെല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്യൽ, അല്ലെങ്കിൽ അവരെ മേലെ കേസ്. അപ്പം ഇതും ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ജനങ്ങൾ എന്താ പറയുന്നത്, BJP ഒരു വാഷിംഗ് മെഷീനാണ്. ബിക്കോസ് BJPയിൽ കയറുന്ന മുമ്പേ അവരെല്ലാം ക്ലീൻ ആയിരിക്കും, പക്ഷെ BJPൻ്റെ അകത്ത് കയറിയ വാർഡ് അവർ ക്ലീൻ ആണ്. അപ്പം കുറേ ഉദാഹരണമുണ്ട്. അവരെന്നാ പറഞ്ഞ അജിത് പവാർ അഴിമതിയിൽ മുങ്ങിയതാണ്. അവർ പറഞ്ഞു പ്രഫുൽ പട്ടേലിൻ്റെ എതിരായിട്ട് കേസ് എടുക്കുമ്പോൾ മൻമോഹൻ സിംഗ് നല്ലോണം തെറി പറഞ്ഞ ആൾക്കാരായത്. അവർ പറഞ്ഞു നോക്കൂ എന്തൊരു അഴിമതിയാണ് നടന്നത്. ഇപ്പം ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുക അവർ തന്നെ. ഞങ്ങളല്ല പറഞ്ഞ പ്രഫുൽ പട്ടേൽ അഴിമതിയിൽ മുങ്ങിയിരിക്കുക, അവരാ പറഞ്ഞത്. ഇപ്പം ആ കേസ് അവർ ക്ലോസ് ചെയ്തിരിക്കുക. അപ്പം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും BJPയും ബോൽ ബച്ചന. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മോദിക്ക് ഗ്യാരണ്ടി എന്നാണ് ആ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയാണ്. ഇപ്പം എനിക്ക് ഇന്ന് എന്താന്ന് പറഞ്ഞാൽ സങ്കടമാണ്. ഈ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ അവര് മരപ്പെട്ടു. ആ പാർട്ടി ഇല്ല. ബിക്കോസ് മോദിയുടെ പാർട്ടി ആയിരിക്കുക. അടൽ ബിഹാരി വാജ്പേയി അഡ്വാനിയും 1980 തുടങ്ങിയ പാർട്ടിയുടെ പേരില്ല. എന്തുകൊണ്ട് BJPക്ക് ഗ്യാരണ്ടി? എന്തുകൊണ്ട് ഇവർ മോദിക്ക് ഇപ്പം ഇന്ന് എടുക്കുന്ന BJPയുടെ പ്രതിനിധിയല്ല? നിങ്ങൾ പറയണം മോദിയുടെ പ്രതിനിധിയാ, BJP ഇല്ല. എങ്ങനെയാ അപമാനിക്കുന്നത് അഡ്വാനിയും വാജ്പേയിയും? വളരെ മോശമായി പോയി. എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റോ BJPക്ക് ഗ്യാരണ്ടി? കുറെ കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ മോദി പ്രഭാവം പൂർണ്ണമായിട്ടും അടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മോദിക്ക് ഗ്യാരണ്ടി എന്ന ഒരു മുദ്രാവാക്യത്തോടെ BJPക്ക് എങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കാൻ കഴിയുക? പകരം ഇന്ത്യ മുന്നണിക്ക് മോദിക്കെതിരെ നിർത്താൻ മാത്രം ശക്തനായ മുഖമാണോ രാഹുൽ ഗാന്ധി? ഇതില് നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാന 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ 1ാം വട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക.
അത്തരൊരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ച പാനലിസ്റ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ BJP മുന്നോട്ട് വെച്ച ഒരു വിഷയവും ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര വിഷയമായി വന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ തിടുക്കപ്പെട്ട് നടത്തിയത്. അപ്പോ രാമനും രാമവിശ്വാസവും ക്ഷേത്രവും ഒക്കെ വെച്ചുകൊണ്ട് വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷം ആക്കാം എന്നാണ് BJP വ്യാപിച്ചത്. അത് ഒട്ടും ഏശില്ലെന്ന് പറഞ്ഞു. അതിന് പിറകെ പോകാൻ ശ്രമിച്ച കോൺഗ്രസിന് പോലും എന്താണ്, അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നമാവില്ല എന്ന് തിരിച്ചറിയേണ്ടി വന്നു. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എന്താണ്, കഴിഞ്ഞ 10 വർഷക്കാലമായി വഞ്ചനയുടെ എല്ലാ വാഗ്ദാനങ്ങളും നൽകുക, ഗ്യാരണ്ടി നൽകുക, ജനങ്ങളെ വഞ്ചിക്കുക, ജനങ്ങളെ പറ്റിക്കുക. നമുക്കെല്ലാവരും 2014 15 ലക്ഷം രൂപ ഭാവന അറോറ അത് വളരെ മനോഹരമായി EPW എഴുതിയിട്ടുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ മോഡി ഓരോ പൊതുയോഗവും ആരംഭിച്ചത് എന്താണ്, രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി അനധികൃതമായി സിക്സ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന രാഷ്ട്രസമ്പത്തിനെ കുറിച്ചാണ്, കള്ളപ്പണത്തെ കുറിച്ചാണ്. ആ കള്ളപ്പണം രാജ്യത്ത് തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ വീതം എല്ലാവർക്കുമായി രാജ്യത്തെ പൗരന്മാർക്കായിട്ട് വീതിക്കും, അത് അവരുടെ അക്കൗണ്ടുകളിലെത്തും. അത്തരം ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു ദിവസം 15 റുപ്യ പോലും കൂലിയായിട്ടോ വരുമാനമായിട്ടോ ഇല്ലാത്ത ജനങ്ങളുടെ മുഖത്ത് വലിയ ആശ്വാസമായിരുന്നു. അവരത് പ്രതീക്ഷിച്ചിരുന്നു. മോഡിയിൽ വലിയ വ്യാമോഹം അവർക്കുണ്ടായിരുന്നു. വർഗീയമായ ധ്രുവീകരണത്തോടൊപ്പം വാഗ്ദാനങ്ങളിലൂടെ പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയ വലിയ വ്യാമോഹം BJPക്ക് ഗുണമായി. BJP ജയിച്ചു വന്നു. ഇപ്പൊ 2014 മുതൽ ഈ 10 വർഷക്കാലം എടുത്തു നോക്കിയാൽ പെട്രോളിന്റെ വില 50 രൂപ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. എല്ലാവർക്കും LPG എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. ഈ രാജ്യത്ത് ഡോളറിന്റെ വിനിമയ മൂല്യം പിടിച്ചു നിർത്തും, കുറക്കുമെന്ന് പറഞ്ഞവരാണ്. ഇതെല്ലാം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? രാജ്യം ഏറ്റവും മോശപ്പെട്ട, രാജ്യത്തിന്റെ ചരിത്രത്തിലെ നരകവർഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 10 വർഷങ്ങളാണ് മോഡി ഭരണം. അപ്പൊ ഇത് ഓരോ പ്രദേശത്തും ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിപക്ഷത്തിന് നിന്ന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട റീജിയണൽ പാർട്ടി നേതാക്കൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, BJPയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ പേടിയാണ് അവർക്ക്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ അജിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടം ഘട്ടമായി ഇങ്ങനെ നീട്ടി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്താണ്, ഒരു എക്സ്പെരിമെന്റലാണ്. ഓരോ പോളിംഗ് കഴിയുമ്പോഴേക്കും എന്താണ് അന്തരീക്ഷം എന്ന് മനസ്സിലായിക്കൊണ്ട് BJPക്ക് മുദ്രാവാക്യം മാറ്റാം. ഇപ്പോ ബീഹാർ, അതേപോലെ തന്നെ UP, ഇതൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് 2019 നൽകിയ സംസ്ഥാനങ്ങളാണ്. പക്ഷെ അവിടെ ഇപ്പോ എന്താണ്, മതനിരപേക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് പരമാവധി ഭിന്നിച്ചു പോകാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടായ്മകൾ തീർച്ചയായിട്ടും എന്താണ്, പാർലമെന്റിൽ BJPയുടെ അംഗത്വം കുറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് മോഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയിലേക്ക് ജനങ്ങളെ മുഴുവൻ കുരുക്കിയിടാൻ കഴിയുന്നു. 2019 ഈ നോട്ട് നിരോധനവും GST ഒക്കെ മുഖ്യ വിഷയമായി വരുമെന്നും BJPക്ക് അത് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുമെന്ന് വന്നപ്പോഴാണ് ആസൂത്രിതമായി, പിന്നീട് സത്യമാലിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളതുപോലെ ആസൂത്രിതമായി പുൽവാമ സൃഷ്ടിച്ചത്. നമ്മൾ ഇപ്പോഴും ഭയപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി നീണ്ടുപോകുമ്പോൾ BJPക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അവബോധം സമ്മതിദാനാവകാശമായിട്ട് വരും എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് രാജ്യത്ത് എന്തു ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അങ്ങനെയുള്ള ഒരു ഉപജാപക സംഘമാണത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ സുതാര്യതയോ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് സമ്മതിദാനാവകാശം ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല BJP. ഇലക്ട്രൽ ബോണ്ടിന്റെ ബലത്തിലും അല്ലാതെയും ആയിരക്കണക്കിന് കോടികൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ കോടികൾ ഉപയോഗിച്ചുള്ള, പക്ഷേ എന്താണ്, പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ എന്താണ്, നരേന്ദ്രമോദിയെ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഇന്റർനാഷണൽ തലത്തില് സാക്ഷി മാലിക്ക് ഫോർബ്സ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതകളുടെ പട്ടികയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാക്ഷി മാലിക്കിനോടൊക്കെ ഈ മോഡി സർക്കാർ ചെയ്തത്, ബ്രിജ്ഭൂഷൺ ശരൺദാസ്, അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിജ്ഭൂഷൺ ശരൺദാസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനലാണ്. അദ്ദേഹം 2092 ബാബരി മസ്ജിദിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, ബോംബെയിലുണ്ടായ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാവൂദ് സംഘത്തിനെതിരായിട്ട് ഇന്ത്യയിലെ കുറ്റാന്വേഷണ വിഭാഗം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുമ്പോൾ ബോംബെ സ്ഫോടനത്തിന് ഉത്തരവാദികളായ ദാവൂദ് സംഘത്തിൽപ്പെട്ട ആളുകളെ ഈ ബ്രിജ്ഭൂഷൺ ശരൺദാസിന്റെ MP ഓഫീസിലാണ് ഒളിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ക്രിമിനലുകളെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനലിസം എന്ന് പറഞ്ഞാൽ അധോലോക ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. മോഡിയുടെ അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹമാണ്. ഇന്ത്യയുടെ അഭിമാനത്തിന് വേണ്ടി ലോക
വേദികളിൽ പോരാടി നിന്നിട്ടുള്ള ഈ കായിക താരങ്ങളെ അപമാനിച്ചത്, അവരോട് മോശമായി പെരുമാറിയത്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ത്രീകളോട് എല്ലാ വിഷയങ്ങളും നമുക്കിപ്പോ ചർച്ച ചെയ്യാവുന്നതാണ്. കത്വയുണ്ട്, അതേപോലെ തന്നെ ഉന്നാവമുണ്ട്, ഹത്രാസ് ഉണ്ട്. ഈ സംഭവങ്ങളെല്ലാം രാജ്യത്ത് എന്താണ് സ്ത്രീകൾക്കെതിരായി നടന്ന നരവേട്ടകളുടെ അത് എന്താണ് സവർണ ഠാക്കൂർ സേനകളാണ് പല സ്ഥലത്തും ഇന്ത്യയിലുള്ളത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി BJP എടുത്ത നിലപാടുകൾ, ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് പ്രാഥമികമായ നിയമപരമായി പാലിക്കേണ്ട ഒന്നും ഒരു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെയാണ് ഹത്രാസിലെ മനീഷ് വാൽമീകിയെ കത്തിച്ചു കളഞ്ഞത്. ഇത്രയും ക്രൂരത ചെയ്ത മോഡി ഭരണത്തെ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനെ രാഷ്ട്രീയമായി കേന്ദ്രീകരിപ്പിക്കാനും BJPക്കെതിരായിട്ടുള്ള വോട്ടാക്കി മാറ്റാനും ഇന്ത്യ കൂട്ടായ്മ പല സ്ഥലങ്ങളിലും ഇന്ന് വലിയ രീതിയിൽ മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളൊക്കെ വളരെ സമാശ്വാസകരമായിട്ട് കാണുന്നത്. ബാബു, ഒരു 400 സീറ്റിന് മുകളിൽ ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉള്ള നരേന്ദ്രമോദിയുടെയും BJPയുടെയും മുദ്രാവാക്യം. അതിനുശേഷം നിരവധി സർവേ റിപ്പോർട്ടുകൾ വന്നു. അതൊന്നും BJP തോൽക്കുമെന്നോ BJP അധികാരത്തിൽ വരില്ല എന്നോ അല്ല പറയുന്നത്. ഈ 400 സീറ്റിന് മുകളിൽ എന്നുള്ളത് ഒരു അതിമോഹമാണ് എന്നാണ് പുറത്തു വന്ന അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത്. ഒന്നാം ഘട്ടത്തിലേക്ക് നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ മോഹം ഇപ്പോഴും ഉണ്ടോ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാളെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അന്നും 400 ഇന്നും 400. മുകളിൽ വന്നാലും ഞങ്ങൾക്ക് സന്തോഷം, താഴെ പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇവിടെ ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ എതിർകക്ഷികൾ അവർ അങ്ങനെ തന്നെ പറയുള്ളൂ. ഞങ്ങൾക്ക് അനുകൂലമായി അവർ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ ഇങ്ങനെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ തുടരും. കേരളത്തിലെ ചില കാര്യങ്ങൾ ഇവരാരും കാണില്ല, കേരളത്തിലെ വിലക്കയറ്റം കാണില്ല, കേരളത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാണുന്നില്ല, കേരളത്തിലെ ബലാത്സംഗങ്ങൾ കാണില്ല, കേരളത്തിലെ മരണങ്ങൾ കാണില്ല, കൊലപാതകങ്ങൾ കാണില്ല, കൺസ്യൂമർ ഫെഡ് നോക്കില്ല, സപ്ലൈകോ നോക്കില്ല, വിലക്കയറ്റം നോക്കില്ല, കെടുകാര്യസ്ഥത നോക്കില്ല, കടം മൂലധനമായത് നോക്കില്ല, ശമ്പളം കൊടുക്കാൻ കഴിവില്ലാത്തത് നോക്കില്ല. കേരളത്തിലെ ഒരു കാര്യങ്ങളും ഈ പറയുന്ന പ്രമുഖ ഇടതുപക്ഷത്തിന്റെ ആളുകൾ നമ്മളെ വിമർശനം ചെയ്യുമ്പോൾ കാണില്ല. അവർ അങ്ങോട്ട് നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്നിരുന്നാണ് 543 സീറ്റിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാതെ അവർ വന്നത്. അവരുടെ കാര്യം ഞാൻ അതിൽ ഇടപെടുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നു. ഞങ്ങൾ 10 വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും നേരം സംസാരിച്ച ഇരു പാർട്ടിക്കാരും ഇരു കക്ഷികളും സംസാരിക്കുന്നത് ഒരു കാരണവശാലും അവരുടെ വികസന സങ്കല്പങ്ങളോ വികസന അജണ്ടകളോ എന്നുള്ളതല്ല. ഞാൻ സംസാരിക്കാൻ അവർ തയ്യാറാക്കുന്നതല്ല. അവർ BJP കുറ്റം പറയുന്നു. BJPയുടെ ട്രെയിൻ എവിടെ? BJPയുടെ അതെവിടെ? BJP 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചില്ലേ? ആ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഡെവലപ്മെന്റ്സ്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഇനി ഞങ്ങൾ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് സംവദിച്ചു. അത് ജനങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ തുടക്കം നാളെ മുതൽ കുറിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ജനങ്ങളോട് വിശ്വാസമുണ്ട്. ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്. ആ സംവദിച്ച കാര്യം ജനങ്ങൾ ശിരസാ വഹിച്ച് അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിപൂർണമായിട്ടുള്ള വിശ്വാസവും. അത് ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. പിന്നെ അതിനെ എതിർക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPയെ കുറ്റം പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കുക എന്നല്ലാതെ നിങ്ങൾ പൊതുസമൂഹത്തിനോട് പറയേണ്ടത്, നിങ്ങൾ അധികാര രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് 10 വർഷക്കാലം ഞങ്ങൾക്ക് മുൻപും വാജ്പേയിജിയുടെ കാലഘട്ടത്തിന് മുൻപേ എത്രയോ കാലം നിങ്ങൾ ഭരിച്ചിരുന്നു. ആ നിങ്ങളൊന്നും ഭരിച്ചിട്ട് കൈപ്പിടിച്ചുയർത്താൻ പറ്റാത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം മറ്റ് മേഖലകൾ, നിരവധി മേഖലകൾ അക്കമിട്ട് പറയാൻ എനിക്ക് സമയം ഒരു 20 മിനിറ്റ് നിങ്ങൾ അനുവദിച്ചു തന്നാൽ ഞാൻ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ട്, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനോടും ആശയത്തോടും ശൈലിയോടും ഒക്കെ വിരോധമുണ്ടെങ്കിൽ ആ വിരോധം നിങ്ങൾ തുടർന്നു കൊള്ളുക. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ഞങ്ങളുടെ ആശയവും ആദർശവും ഞങ്ങളുടെ സിസ്റ്റവും ഞങ്ങൾ ജനങ്ങളുടെ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന രീതിയും ഒക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ ശൈലിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കും. അതുകൊണ്ടാണല്ലോ 5 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചതിന് ശേഷം 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ നടന്ന തെരഞ്ഞെടുപ്പുകളിലും BJP അധികാരത്തിൽ വരുന്നത്. അപ്പൊ BJPയുടെ ആ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങളുമായി സംവദിക്കുന്നത്. ഞങ്ങൾ ഒരു കാരണവശാലും എയറിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരുവിധ ഉപേക്ഷയും ഇന്ന് വരെ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞല്ലോ കേരളത്തിലെ ഒരു കാര്യവും ഇവർ മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ BJP ഭരിക്കുകയാണ്. BJP കേരളത്തിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളും BJP സർക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത
അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ്, ഇന്ത്യയിൽ തന്നെ അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലൊരു എയിംസ് ആവശ്യമില്ലേ? നിങ്ങൾക്ക് അതുകൊണ്ട് സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഒരു 20 കൊല്ലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരാമല്ലോ. ഇത് ഞങ്ങൾ എയിംസ് കൊണ്ടുവന്നു, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ ജനങ്ങളോട് പറയാമല്ലോ. പറഞ്ഞോട്ടെ. കേരളത്തിനോട് ചിറ്റമ്മ നയം കാണിച്ചുവെന്ന് 24 മണിക്കൂറും ഞങ്ങളെ കുറിച്ച് വിമർശനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയോട് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. 602 കോടി രൂപ UPA സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിന് കൊടുത്ത കേന്ദ്ര വിഹിതത്തിൽ നിന്ന് 22,171 കോടി രൂപ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാർ കൃത്യമായി കേരളത്തിന് കൊടുത്തതിന് ശേഷം അത് വാങ്ങിച്ചു വെച്ചിട്ടുമാണ് ഞങ്ങളെ പുച്ഛിക്കുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എയിംസിന്റെ കാര്യത്തിൽ ഞങ്ങൾ വരുന്ന സമയത്ത് 7 എയിംസ് ആണുള്ളത്. ഇന്ന് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് 22 എയിംസ് ഉണ്ട്. ഈ കേരളത്തിനകത്ത് 19 MP-മാർ UDFന്റെ സംവിധാനത്തിലും ഒരു MP LDFന്റെ സംവിധാനത്തിലും പിന്നീട് മാണി കോൺഗ്രസ് ഇവരിലേക്ക് വന്ന സമയത്ത് 18ഉം 2ഉമായി അത് ഭവിച്ചു. എന്ന് പറഞ്ഞാൽ 20 ആളുകളും കോൺഗ്രസിന്റെയും CPMന്റെ രണ്ടും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടുമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന കൃത്യമായ പദ്ധതികൾ കൈപ്പിടിച്ച് അവനവന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയില്ലാത്ത MP-മാരെ കേരള ജനത സംഭാവന ചെയ്തത് പരിപൂർണമായി തെറ്റാണ്. ആ തെറ്റ് കേരള ജനത ഇപ്രാവശ്യം തിരുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 400-ൽ കേരളത്തിൽ നിന്നും MP-മാർ ഉണ്ടാകും. BJPയുടെ ശുഭാപ്തി വിശ്വാസവും അതാണ്. ഞങ്ങൾക്ക് ഇവരോട് തല്ലൂടി സമയം കളയാനില്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലാണ്. ഞാൻ ഇപ്പോഴും ആലത്തൂരിലത്തെ ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ TN സരസുവിന്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം, പാലക്കാടും ആലത്തൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നും ജനങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റും എത്തിക്കാൻ സാധിച്ചില്ല. ശ്രീകണ്ഠനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസും വരുന്ന സ്ഥലത്ത്. എന്നിട്ട് അവർ 1173 കോടി ചെലവഴിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ചെലവഴിച്ചു ഞങ്ങൾ എന്നും പറഞ്ഞ് നോട്ടീസ് വെച്ചിരിക്കുകയാണ്, ബോർഡ് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്രൂരതകളും സൂത്രങ്ങളും ഗിമ്മിക്കുകളും കാണിക്കുക എന്നല്ലാതെ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോയ ആളുകളോ മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ചു പോയ ആളുകളോ മാണിയിൽ നിന്ന് ജയിച്ചു പോയ അഡ്വക്കേറ്റ് ഉല്ലാസബാബു പറയുന്നത്, ഒരു കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയോ ഫണ്ടോ കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് MP-മാരുടെ കുറ്റം, അങ്ങനെ കൊണ്ടുവന്നാൽ അത് കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ അവർക്ക് പ്രാപ്തിയില്ലായ്മയില്ലേ? ഞങ്ങളൊരു സംശയവും വേണ്ട, കേരളത്തിൽ BJP ജയിക്കും. ഞാൻ അതിഥികളിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഒരു ബ്രേക്ക്. അതിഥികളിലേക്ക് തിരികെ. ശ്രീ നിസാം സെയ്ദ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ലോക് പോൾ സർവേയെ കുറിച്ച് നിസാം സെയ്ദ് മുമ്പ് സൂചിപ്പിച്ചു. ലോക് പോൾ സർവേയിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, അതുപോലെ കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇത്തരം വലിയ സംസ്ഥാനങ്ങളിൽ ഒരു കാറ്റ് തിരിഞ്ഞു വീശുന്നൊരു സൂചന സർവേകൾ നൽകുന്നുണ്ടോ? അതല്ല ആ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കൗബെൽറ്റ് മേഖലയിൽ ഇപ്പോഴും മോദി തന്നെയാണോ താരം? ആ സർവേകൾ ലക്ഷ്യമാക്കുന്നത് BJPക്ക് ഉത്തരേന്ത്യയിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാജസ്ഥാനിൽ 26-ൽ 26 സീറ്റും ഇപ്പോൾ BJPയുടെ കൈവശമാണ്. അതിൽ 6 സീറ്റെങ്കിലും കുറഞ്ഞത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ആ സർവേയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ 42-ൽ 41 സീറ്റും ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. അതിൽ ഏതാണ്ട് 14-നും 20-നും ഇടയ്ക്ക് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയേക്കാം എന്നാണ് ആ സർവേയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം BJPയുടെ പ്രശ്നം, BJPക്ക് സീറ്റ് കിട്ടുന്ന BJPയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് അവർ പീക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഇനി അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, അവർക്ക് നഷ്ടപ്പെടാൻ മാത്രമേ അവിടെ സാധ്യതയുള്ളൂ. അത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ലോക് പോളിൻ്റെ സർവേയും മറ്റ് സർവേകളും ഒക്കെ വ്യക്തമാകുന്നത്. ഇതിനെ കവച്ചു വെക്കുവാൻ, ഈ നഷ്ടം പരിഹരിക്കുവാൻ സൗത്ത് ഇന്ത്യയിൽ നിന്നും സീറ്റുകൾ ലഭിക്കും എന്നാണ് BJP നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അവർ പറയുന്നത് കേരളത്തിൽ നിന്നും തീർച്ചയായും 3 സീറ്റുകൾ കിട്ടും, തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും, കർണാടക കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ തൂത്തുവാരും, തെലുങ്കാനയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും, ആന്ധ്രാപ്രദേശിൽ അവർക്ക് സഖ്യത്തിലാണ് സീറ്റുകൾ കിട്ടും, ബംഗാളിൽ അവരുടെ നില മെച്ചപ്പെടും. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അവർ പരത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നവർ സമ്മതിക്കുന്നത്, നഷ്ടമുണ്ടാകുമെങ്കിൽ അത് ദക്ഷിണേന്ത്യയെ കൊണ്ട് നികത്താൻ കഴിയും എന്നുള്ളതാണ്.
ദക്ഷിണേന്ത്യയെ കൊണ്ട് നികത്താൻ കഴിയുന്ന യാതൊരു സാഹചര്യവും ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചേക്കാം, തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചേക്കാം, AIADMKക്ക് നഷ്ടപ്പെടുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയേക്കാം. എങ്കിൽ പോലും സീറ്റുകൾ നേടുന്ന ഒരു ഘട്ടത്തിലേക്ക് BJP അവിടെ ഇതുവിനി വരില്ല. BJPക്ക് അവിടെ മത്സര രംഗത്തുള്ളത് കോയമ്പത്തൂരും കന്യാകുമാരിയും 2 സീറ്റിലാണ്. തമിഴ്നാട്ടിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 39 സീറ്റിൽ BJP യാഥാർത്ഥ്യബോധത്തോടുകൂടി മത്സര രംഗത്തുള്ളത്. ബാക്കി ഒരു സീറ്റിലും BJP മത്സര ചിത്രത്തിൽ പോലുമില്ല. പിന്നെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിലുള്ളത് രാജസ്ഥാനിലെ 8 സീറ്റുകളാണ്. രാജസ്ഥാനിലെ 8 സീറ്റുകളിൽ 6 സീറ്റെങ്കിലും ഇപ്പോൾ കടുത്ത മത്സരമാണ്, ആർക്ക് വേണമെങ്കിലും ജയിക്കാം എന്ന അവസ്ഥയിലാണ് എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്രയിൽ വിദർഭ പ്രദേശത്താണ് നാളെ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ട്രഡീഷണലി BJPയുടെ ഒരു സ്ട്രോങ് ഏരിയയാണ്. പക്ഷേ അവിടെയും എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇങ്ങനെ BJPക്ക് എല്ലാ സംസ്ഥാനത്തും കടുത്ത ഭീഷണി നേരിടുന്നുണ്ട്. ഒരു വോക്ക് ഓവർ ഒരിടത്തുമില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്. അജീബ് സിംഗ് മുമ്പേ ചോദിക്കുന്നത് കേട്ടു, മോഡിക്ക് ബദലാകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ എന്തൊക്കെ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ പുറത്താക്കിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അന്നൊന്നും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഭരിക്കുന്ന കക്ഷിക്ക് സ്വാഭാവികമായും പ്രധാനമന്ത്രിയെ ഒരു നേതാവായി ഉയർത്തിക്കാട്ടാൻ അവർക്ക് കഴിയും. 1977 ഇന്ദിരാഗാന്ധിയെ മാത്രം ഒരു ഭാഗത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിട്ടത്. പക്ഷേ കോൺഗ്രസിനെ നേരിട്ട പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസ് സ്വാഭാവികമായി ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത്. പക്ഷേ അന്ന് ധാരാളം മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, ചരൺ സിംഗ് ഉണ്ടായിരുന്നു, ജഗജീവൻ റാം ഉണ്ടായിരുന്നു, അങ്ങനെ പല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. 89 രാജീവ് ഗാന്ധിയെ പുറത്താക്കി പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ VP സിംഗ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു, ചന്ദ്രശേഖർ പ്രധാനമന്ത്രി പദമോഹിയായിരുന്നു, ദേവിലാൽ പ്രധാനമന്ത്രി പദമോഹിയായിരുന്നു. ഇവരെ ആരെയും ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയാണ് അന്ന് ഈ പ്രതിപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേരിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ 2004 സോണിയാഗാന്ധിയെ വാജ്പേയിക്ക് ബദലായി ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു അന്ന് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, ഭരണത്തിലിരിക്കുന്ന പാർട്ടി പ്രധാനമന്ത്രിയായി അല്ലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരുടെ നേതാവിനെ ഉയർത്തിക്കാട്ടും. പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾ അങ്ങനെ ഒരാളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് പോവുകയോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മോഡിക്ക് ബദലായി ഒരൊറ്റ നേതാവായി ഉയർത്തി നിൽക്കുന്നില്ല എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീമതി ഷമാ മുഹമ്മദ്, അങ്ങനെയെങ്കിൽ കുറെ കൂടി ഇപ്പോൾ അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണിയെങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ബാധ്യത, ഉത്തരവാദിത്തം വരുന്നത് കോൺഗ്രസിന്റെ തോളിലാണ്. കാരണം രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കണം. BJPക്കെതിരെ കോൺഗ്രസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു മജോറിറ്റിയോടെ അധികാരത്തിലേക്ക് പോകാൻ പോലും കഴിയുകയുള്ളൂ. അങ്ങനെ ആ അർത്ഥത്തിൽ ആത്മവിശ്വാസത്തോടെ ഒരു ഫൈറ്റ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടോ? അല്ല, എനിക്കറിയാത്ത എങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന കോൺഗ്രസ് ആക്കുന്നില്ല എന്ന്. നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ആക്കണം ഒരു മുന്നേറ്റം എന്ന്. നിങ്ങൾ എന്തുകൊണ്ട്, എന്ത് അടിസ്ഥാനത്ത് വരെ നിങ്ങൾ പറയുന്നത് അത് ആക്കുന്നില്ല എന്ന്? കോൺഗ്രസ് ഇപ്പം നിങ്ങൾക്കറിയോ, രാജസ്ഥാനിൽ ഞങ്ങൾ നല്ലോണം നല്ല വിജയമായിരിക്കും രാജസ്ഥാൻ. നിങ്ങൾ കേൾക്കുന്ന പോലെയെല്ലാം കാണുന്ന പോലെയല്ല. ഇവർ ഈ 400 പാർ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത് എവിടുന്നാണ് ഈ 400 പാർ കിട്ടുന്നത്. അത് ഞാൻ പറയുന്നത് 300 പാറും അല്ല, 300-ലധികം കിട്ടൂല. ബിക്കോസ് നമ്മളും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും വിഡ്ഢികളല്ല. ഇവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ വിഡ്ഢികളാക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി RBIയുടെ ഒരു ഫംഗ്ഷനിൽ പറയാ, ഞാൻ നിങ്ങളെ ജൂണിൽ കാണുമെന്ന്. എന്ത് ആത്മവിശ്വാസം ഇത്? ഇന്ത്യയുടെ ജനങ്ങൾ ചോദിക്കുക, എങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി, ഞങ്ങളെന്താ വിഡ്ഢികളാണോ? ഇദ്ദേഹം ഓൾറെഡി തീരുമാനിച്ചിരിക്കുക ഞാൻ ഇലക്ഷൻ ജയിച്ചിരിക്കുകയെന്ന്. അതൊന്നും വളരെ മോശമാണ്. ബിക്കോസ് ഇന്ത്യയിലെ നമുക്കറിയാം ജനങ്ങൾ വിഡ്ഢികളല്ലേ. 2004 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യ ഷൈനിങ്. വാജ്പേയി അത് ഇലക്ഷൻ 6 മാസം മുന്നോട്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൺഫേംഡ് ആയിരുന്നു വാജ്പേയി ജയിക്കുമെന്ന്, 100 അല്ല 200%. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ അങ്ങോട്ട് ഡബിൾ ഇതാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ നല്ല ഇതിലാണ് തെരഞ്ഞെടുപ്പ് പോകുന്നത്. അത് രാജസ്ഥാനായാലും
ഹരിയാന 10 കിട്ടിയ ഒരു സംസ്ഥാനമാണ്. ഞാൻ പറയുന്ന ഇപ്രാവശ്യം അവർ തോക്കും ഹരിയാനയിൽ. നല്ല വിജയം ഉണ്ടാവും കോൺഗ്രസിൽ. 7 സീറ്റ് ഞങ്ങൾ ജയിക്കും. ഡൽഹിയിൽ 7 ഔട്ട് ഓഫ് 7 കിട്ടിയത്, അത് കിട്ടില്ല അവർക്ക് ഇപ്രാവശ്യം. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളവിടെ ഞങ്ങളെ മുന്നണിയാണ് ആപ്പ്. നമ്മൾ ഇപ്പം നോക്കേണ്ട ഉത്തരാഖണ്ഡിൽ 5 കിട്ടിയ, അതും കിട്ടില്ല അവർക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഹിമാചലിൽ 4 കിട്ടിയിന് ലാസ്റ്റ് ടൈം, 4 ഔട്ട് ഓഫ് 4 അത് കിട്ടില്ല. അപ്പോൾ കുറേ സംസ്ഥാനത്തിൽ എനിക്ക് എവിടുന്നാന്ന് ഇപ്പം ഏറ്റവും എനിക്കൊന്നൊരു ഒരാൾ പറഞ്ഞിരിക്കുക, ഇപ്പം ഒരു പ്രതിനിധി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം കർണാടക 25 തൊട്ട് 28 കിട്ടിയത് അത് തീരെ കിട്ടില്ല അവർക്ക്. അപ്പോൾ ഞാൻ കാണുന്നത് നമ്പേഴ്സ് എല്ലാം കുറയാ. കേരളയിലും അവർ കിട്ടില്ല ഒന്നും, തമിഴ്നാട്ടിൽ കിട്ടില്ല, ആന്ധ്രയിൽ കിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് എവിടുന്നാണ് അവർക്ക് ഈ നമ്പർ കിട്ടാൻ പോകുന്നത്. അപ്പം അവർ ഓൾറെഡി പറയാമോ ഞങ്ങൾ EVM മറ്റേതും കളിക്കാൻ പോകാമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ഞങ്ങളെ മാനിഫെസ്റ്റോ നല്ല ഇതാക്കിയിട്ടുണ്ട്. രാഹുൽ ജി രാവും പകലും ക്യാമ്പയിൻ ചെയ്യുക, പ്രചരണം ചെയ്യുക. ഇന്നലെ ഇപ്പം കർണാടകയിൽ, ഇന്ന് കേരള ആയിരിക്കും, നാളെ വേറെ സ്ഥലത്തായിരിക്കും, ഉത്തരാഖണ്ഡായിരിക്കും, വേറെ എവിടെ ഉത്തരഭാരതത്തിലായിരിക്കും. അപ്പം അദ്ദേഹം, പ്രിയങ്ക ജി ഉണ്ട്, സച്ചിൻ പൈലറ്റ്, ബാക്കി കുറേ നേതാവുകൾ പോകുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിൽ. പിന്നെ ഞങ്ങൾ ഇതിലും അധികം ഞങ്ങൾ പറയാമെന്ന് അവരെ വിഷയങ്ങൾ ഞങ്ങൾ ആദ്യം നരേന്ദ്രമോദിയുടെ വിഷയം പറയാം, പിന്നെ ഞങ്ങൾ പറയാം ഞങ്ങൾ എങ്ങനെയാണ് അത് തിരുത്താൻ പോകുന്നത്. അപ്പം ഇതിലും അധികം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ ഒരു കാര്യം സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, സംവിധാനത്തിൻ്റെ എതിരാണ്. നരേന്ദ്രമോദി ANIക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കീം ഏറ്റവും നല്ലൊരു സ്കീമാണ്, അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മൾ പേരുകളും ആരാ കൊടുത്തത് നിങ്ങൾക്കെല്ലാം അറിയുന്നത്. ഇവർ ആദ്യം 2017 ഇലക്ട്രൽ ബോണ്ട്സ് വന്ന സമയത്ത്, ഫൈനാൻസ് ബില്ല് വന്ന സമയത്ത് അവരതിൽ പറഞ്ഞിരിക്കുക ആർക്കാ പൈസ കൊടുക്കുന്നത്, ഏത് കമ്പനി കൊടുക്കുന്നത് അവർ പേര് പറയണ്ട, എപ്പോഴാണ് അവർ കൊടുക്കുന്നത് പറയണ്ട, ആർക്കാ കൊടുക്കുന്നത് പറയണ്ട, എത്ര പൈസ പുറത്തുനിന്ന് വരുന്നത്, അൺലിമിറ്റഡ് ആയാലും എത്ര പൈസ പറയണ്ട. ഇത് സുപ്രീം കോർട്ട് അവരോട് പറഞ്ഞിരിക്കുക, ഇപ്പം നിങ്ങൾ പറയണം ആർക്ക് കൊടുത്തത്, എത്ര പൈസ കൊടുത്തത്, എന്നിട്ടാണ് അത് പുറത്തു വന്ന്. നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാൻ വിചാരിച്ചു അവർ ഇത് കൊണ്ടാന്ന് എന്നോ. അത് ഈ ഫൈനാൻസ് ബിൽ 2017 കൊണ്ടുവരുന്ന സമയത്ത് അവർ അന്നേരം പറയണം എവിടുന്നാ അവരെന്തിനാ അൺലിമിറ്റഡ് എമൗണ്ട് ആക്കിയത്, പുറത്തുനിന്ന് വരുന്ന പൈസ. അത് ഉണ്ടാകാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ ഈ ഇലക്ഷന് പൈസ കിട്ടുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് നമുക്ക് കിട്ടാൻ പറ്റില്ല പൈസ, അതും അൺലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷെൽ കമ്പനീസും പ്രോഫിറ്റ് ആക്കാത്ത ഷെൽ കമ്പനീസ് വരെ പൈസ കൊടുക്കുകയാണ്, അതറിയോ? അതും അവരെ 7% കൂടുതലുള്ള 7% അധികം അവരെ പ്രോഫിറ്റ് അധികമാണ് അവർ കൊടുക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഇത് ബേസിക്കലി മണി ലോണ്ടറിങ് ആണ്. ഇതിൽ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ അഡാനിയോ അംബാനിയുടെ പേരേ ഇല്ല. അപ്പോൾ അവരെങ്ങനെയാണ് പൈസ കൊടുത്തത്? അപ്പം പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സ് പുറത്ത് വന്നിരിക്കുക. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ PM കേസ് ആയിരിക്കും. PM കെയർ അവർ പറയുക RTIയിൽ മറുപടി കൊടുക്കൂല, അവർ കോർട്ട് പറയുക ഇതൊരു പ്രൈവറ്റ് ഫണ്ടാണ്. പക്ഷേ പ്രധാനമന്ത്രിൻ്റെ പേരിലാണ് അവർ പൈസ എടുത്തത്. ഞങ്ങൾ റെയിൽവേസ് കൊടുത്തിട്ടുണ്ട്, കുറേ PSUs, ഓയിൽ കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഞങ്ങളെ സിമ്പിൾ അവിടെ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിൽ നിങ്ങൾ പോയാൽ PM കേസിൽ ഞങ്ങളെ സിമ്പിൾ ഇന്ത്യയുടെ അത് എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്, അശോക ചക്ര എല്ലാം ഉണ്ട് അതിൻ്റെ മേലെ. അപ്പം അവരെങ്ങനെയാണ് പറയുക അത് പ്രൈവറ്റ് ഫണ്ടാണ്, അവിടെ പോകുന്ന പൈസ എവിടുന്നാണ് വരുന്നത്, എന്താണ്, ചൈനീസ് പൈസ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം പല വിഷയങ്ങളും. മണിപ്പൂർ എന്ന് പറയുന്ന കാര്യം, ഞങ്ങൾ രാഹുൽ ഗാന്ധി എവിടുന്നാന്ന് ഭാരത് ജോഡോ ന്യായയാത്ര തുടങ്ങിയത് മണിപ്പൂർന്ന്. അദ്ദേഹം അതിനു മുമ്പേയും മൺസൂൺ സെഷൻ പാർലമെൻറ്റ് സമയത്തും അദ്ദേഹം മണിപ്പൂർ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രാജ്യത്ത് 150-ലധികം ആൾക്കാർ മരണപ്പെട്ടിരിക്കുകയാണ്, 1 ലക്ഷം ഡിസ്പ്ലേസ് ആയിട്ടിരിക്കുകയാണ്. എത്ര പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുകയാണ്, 200-ലധികം പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും അവർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഇപ്പോഴും കുക്കീസ് മേത്തി ഏരിയസിൽ പോകുന്നില്ല, മേത്തീസ് കുക്കീസിൻ്റെ ഏരിയയിൽ പോകുന്നില്ല. എന്നിട്ട് ഈ പ്രധാനമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചോ? എന്തുകൊണ്ട്? ആരാ ഇതിൻ്റെ ഉത്തരവാദിത്വം? ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുക ആക്രമം, എന്നിട്ട് പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല. അതിനെ പറ്റിയിട്ട് അന്ന് പാർലമെൻറ്റിൽ ഒരു എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് ഒരു വാക്ക് പറഞ്ഞു, പിന്നെ അതിൻ്റെ ശേഷം ഒന്നുമില്ല.
അവിടെ പോയിട്ടില്ല, അവർ ജനങ്ങളെ കണ്ടിട്ടില്ല. അപ്പം നോർത്ത് ഈസ്റ്റിൽ ഇതൊരു പ്രശ്നമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആ മണിപ്പൂരിലുള്ള ആ ഏരിയാസെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യും. പ്രധാനമന്ത്രിൻ്റെ തെരഞ്ഞെടുപ്പിന് അത് എന്തായാലും ഈ BJP അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പിൻ്റെ രാഷ്ട്രം വേണം, ഞങ്ങൾക്ക് സ്നേഹം വേണം, ഇന്ത്യൻസ് എല്ലാം ഒന്നാണ്. പക്ഷേ ഇവിടെ എന്താ വേണ്ടത്? ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു ഭക്ഷണം, എല്ലാം ഞങ്ങൾ ഒന്നായിരിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് അവർ പറയാ വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു മിനിറ്റ്, ലാസ്റ്റ് പോയിന്റ് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് അവർ 7 ഫേസ് ആക്കിയത്? അവർ 1-2 ഫേസിൽ തീർക്കണം. എന്തിനാ നിങ്ങൾക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പല്ല വേണ്ടത്? അപ്പം നിങ്ങൾ എന്തിനാ ഇപ്പോൾ 7 ഫേസ് ആക്കിയത്? എന്തിനാ നിങ്ങൾ മഹാരാഷ്ട്ര എന്ന് പറയുന്ന അവിടെ 5-ലധികം ഉണ്ട്? എന്തുകൊണ്ട് അവിടെ എന്ത് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ ഉണ്ടാകാത്ത കാര്യം. ഇത് എന്തുകൊണ്ട് വന്നാൽ ഇത്ര നേരം എടുക്കുമ്പോൾ മോദിക്ക് എല്ലാ സംസ്ഥാനത്തും പോവാം, അവരെ കളി കളിക്കാം. അതെല്ലാം വളരെ വളരെ തെറ്റാണ്. ഇപ്പം ഞാൻ കണ്ടു BJPയുടെ, ഇപ്പം എനിക്ക് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കേണ്ടതാണ്, BJPയിലെ നിങ്ങൾ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആ ലൈറ്റ് വരുന്നുണ്ട്, ലോർഡ് രാമിൻ്റെ അവിടെ ഒരു ലൈറ്റ് വരുന്ന പോലെ ഉണ്ട്. രാംനവമിൻ്റെ ലാസ്റ്റ് ഡേ ചെയ്ത കാര്യമാണ്. അതെങ്ങനെയാണ് അവരിടാൻ അവിടെ? അത് വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ മേലെ നടപടിയെടുക്കാത്തത്? BJP ഇപ്പം ദൈവത്തിന് ഉപയോഗിച്ചിട്ടാണ് ജയിക്കുന്നത്. അപ്പം അത് ക്ലിയർ ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു? 2019 18 സീറ്റ് നേടിയിട്ടുണ്ട് BJP അവിടെ. ആ 18 സീറ്റ് അവർക്ക് വർദ്ധിക്കുമോ കുറയുമോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ നിലവിലെ സഖ്യ സമവാക്യങ്ങൾ ആ സീറ്റ് വർദ്ധിപ്പിക്കാനാണോ കുറയ്ക്കാനാണോ ഇടയാക്കുക? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അതെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത് നമുക്കല്ല. 2014 മതനിരപേക്ഷ വോട്ടുകളിലുള്ള ശൈലിയിൽ അവർക്ക് 33% വോട്ടിന്റെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞത്. 2019 അവർക്ക് 37% പിന്തുണയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ബംഗാളിനെ കുറിച്ചാണ് ചോദ്യം. ബംഗാളിനെ കുറിച്ചാണ് ഞാൻ എന്താ പറഞ്ഞത്? ബംഗാളിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. എന്താ ചോദിച്ചത്? ബംഗാളിൽ നിലവിലെ സഖ്യമുണ്ടല്ലോ, ഒരു വശത്ത് തൃണമൂൽ നിൽക്കുന്നു, മറുവശത്ത് BJP, പിന്നെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് അലയൻസ് നിലവിൽ കോൺഗ്രസ് CPM നിൽക്കുന്നു. ഇത് ആരെയായിരിക്കും സഹായിക്കുക എന്നുള്ളതാണ് ചോദ്യം. ബംഗാളില് CPM-ഉം കോൺഗ്രസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മ വലിയ രീതിയിലുള്ള മേൽക്കൈ നേടാൻ പല മണ്ഡലങ്ങളിലും സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ മുർഷിദാബാദില് മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദിലുള്ള 3 മണ്ഡലങ്ങളിൽ CPM നിർണായകമായ രീതിയിലുള്ള ഒരു മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്കിപ്പോൾ നൽകുന്നത്. എന്തായാലും നരേന്ദ്രമോദിക്ക് BJPക്ക് എന്തായാലും ബംഗാളിലെ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ പരിമിതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമ്പോൾ അവരുടെ വർഗീയ അജണ്ട ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. 2014-ലും 2019-ലും ഉണ്ടായതുപോലുള്ള വൈകാരികമായ വികാസ് പുരുഷൻ, അതേപോലെ തന്നെ രാജ്യം ലോകശക്തിയാവുന്നു, ഇങ്ങനെയൊക്കെയുള്ള വ്യാമോഹങ്ങളൊന്നും ഇനി ബംഗാളി ബാബുമാർ പോലും പെട്ടുപോകുമെന്നുള്ള ഒരവസ്ഥയില്ല. അത് ബംഗാളിന്റെ മാത്രം പ്രശ്നമല്ല, പൊതുവായ ഇന്ത്യയുടെ ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് ഓരോ പ്രദേശം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അവിടെ മതനിരപേക്ഷ പാർട്ടികളുടെ വളരെ അയഞ്ഞ ഒരു ഏകോപനേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു സുദൃഢമായ ഒരു ഏകോപനമൊന്നുമില്ല. കാരണം കോൺഗ്രസ് പല കാര്യങ്ങളിലും എന്താണ് BJP അജണ്ടയോട് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കി അനുരഞ്ജനരഹിതമായ അതിനോട് നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം പലതും അയഞ്ഞതാണ്. പക്ഷെ BJP ഉയർന്ന ഭീഷണി ഒരു പ്രധാനപ്പെട്ട ഐക്യത്തിന്റെ ഒരു പ്രതലമായി മാറിയിട്ടുണ്ട്. ആ ഭീഷണിയെ പ്രതിരോധിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രാജസ്ഥാൻ ആയാലും മധ്യപ്രദേശ് ആയാലും ഇപ്പോ UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളായാലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടത്തിന് മുമ്പിൽ BJPക്ക് എന്താണ് ഒരർത്ഥത്തിലും പ്രതീക്ഷിക്കാനാവില്ല. ഇപ്പോ 400 സീറ്റിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞ കേരളത്തിലും ഞങ്ങൾ എന്താ 3 സീറ്റ് നേടുന്നൊക്കെയാണ്. എന്ത് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, മലയാളികളുണ്ടല്ലോ, അദ്ദേഹം തൃശ്ശൂരാണ് ഉല്ലാസബാബുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും മലയാളി ചാണകക്കുടിയിൽ വീഴില്ല. എന്റെ ചരിത്രവും എന്റെ സാമൂഹ്യ അനുഭവവും വെച്ചുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം കേരളം പോലെ സംസ്ഥാനങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ BJP കഴിഞ്ഞതിനേക്കാൾ എത്രയോ പുറകോട്ട് പോകും വോട്ടിന്റെ ഷെയർ പോലും. അപ്പൊ ഇന്ത്യയിൽ പൊതുവായി ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് BJPക്ക് എതിരാണ്, നരേന്ദ്രമോദിക്കെതിരാണ്. കഴിഞ്ഞ ഒരു ദശകാലത്തെ ഭരണം ഇന്ത്യയിലെ ജനങ്ങളെ BJP പ്രതീക്ഷ അർപ്പിച്ചാൽ ഈ രാജ്യം ഇല്ലാതാകും എന്ന. എനിക്ക് സമയം അവസാനിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, നാളെ ഈ ഒറ്റഘട്ടത്തിൽ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ?
അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. കേരളത്തിൽ നിന്ന് MP മാർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ ബഹുമാനായിട്ടുള്ള ശ്രീ കുഞ്ഞിക്കണ്ണൻ സാർ, അങ്ങ് അത് 3-ൽ ഒതുക്കണ്ട കേട്ടോ, അതിലൊക്കെ കൂടുതലുണ്ടാവും, നിങ്ങൾ ടെൻഷൻ ആവണ്ട. തമിഴ്നാട്ടിൽ എന്നല്ല, ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സ്ഥലങ്ങളും നാളത്തെ തമിഴ്നാട്ടിൽ നടക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും BJP മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. ഞങ്ങൾ കുറച്ച് സമയം കൂടി അവർക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ അജീം. പക്ഷെ അവർക്ക് ഈ 4-ാം തീയതി വരെയല്ലേ ഈ ബഹളം വെക്കാനൊക്കെ പറ്റുള്ളൂ, ഞങ്ങളെ കുറ്റപ്പെടുത്താനും. ഞങ്ങൾക്ക് 4-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാൻ നിരവധി സമയങ്ങളുണ്ട്. കാരണം ഞങ്ങൾ 3-ാം തവണ കൃത്യമായി അധികാരത്തിൽ വരും. എഴുതി കുറിച്ച് വെച്ചോളൂ, 4-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാം. അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണം, കാരണം അവർക്ക് 4-ാം തീയതി വരെയല്ലേ ഈ വീമ്പ് പറയാൻ സാധ്യമാകുള്ളൂ. അപ്പോൾ ഞങ്ങൾ നാളെ തമിഴ്നാട്ടിലും, ഞങ്ങൾ രാജസ്ഥാനിലും, ഞങ്ങൾ ബീഹാറിലും, ഞങ്ങൾ മധ്യപ്രദേശിലും, ഞങ്ങൾ ഗുജറാത്തിലും, ഇന്ത്യ മഹാരാജ്യത്ത് സകലമാന സ്ഥലങ്ങളിലും സൗത്ത് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ അജണ്ട തന്നെയാണെന്നേ. സൗത്ത് ഇന്ത്യയിൽ കൃത്യമായിട്ട് വിജയത്തിലൂടെ ഞങ്ങൾ MP മാർ ക്രിയേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് MP മാർ ജയിച്ചു വരും. ജനങ്ങളോട് സംവദിച്ച് ജനകീയ വിഷയങ്ങൾ ഇടപെട്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ജനങ്ങളോട് സംവദിച്ച് ഞങ്ങൾ ജയിച്ചു വരും. ഒരു സംശയവും വേണ്ട, അത് തമിഴ്നാട്ടിലും ജയിച്ചു വരും. രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി സഖാവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ എന്നും 10 കൊല്ലമായിട്ട് വെളിച്ചാൻ മേടിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥമാക്കാൻ എങ്ങനെയാണ് സാധിക്കുക BJP എന്നാണ്. ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന് ആഗ്രഹമില്ല, ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ചിന്താഗതിയില്ല. അപ്പോൾ എങ്ങനെയാണ് BJP അസ്വസ്ഥമാക്കുക എന്ന് 10 വർഷം ഞാൻ ചിന്തിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഒപ്പം തന്നെ അദ്ദേഹം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ട്, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുന്നവരല്ലേ, എന്നിട്ട് ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചക്കുളത്തിപ്പോരും, ഈ സൂത്രപ്പണികളും, ഈ ഒക്കച്ചങ്കൻ കളികളും, ഈ പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നതൊക്കെ ജനം അറിയുന്നുണ്ട്. ജനം എല്ലാ ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ ഷമാ മുഹമ്മദ്, നിസാം സെയ്ദ്, ഇത്രയും സംസാരിച്ചതിന് ഒരു